ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മുട്ടക്കറി ആട്ടോ. ഈ മുട്ടക്കറിയിൽ തന്നെ എത്ര രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചിട്ട സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം കറി ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, 5-6 വെളുത്തുള്ളി, പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 7-8 കാഷ്യൂ നട്ട്സും ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, 4 ഗ്രാമ്പും പിന്നെ ഒരു 2 കഷ്ണം ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സവാള വഴറ്റും പോലെ തന്നെയാണ്. ഇത് നമുക്ക് സവാള നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി ഇതൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ. നമുക്ക് അപ്പം, ഇടിയപ്പം, പത്തിരി, പൊറോട്ട, ചപ്പാത്തി, പൂരി എന്തിൻ്റെ കൂടെ കഴിക്കാനും ഈ ഒരു കറി അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പോൾ ഏതിൻ്റെ കൂടെ കഴിച്ചാലും അടിപൊളിയാണ്. അപ്പം നമുക്ക് സവാളയെല്ലാം ദാ ഇതുപോലെ ഒന്ന് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്, അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ, അതും ഒരു 1/2 ടീസ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുന്നവരെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കറി ഈ ഒരു രീതിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല കുറുകി വരും. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം കറി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു മുട്ടക്കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. വലിയ പാടൊന്നുമില്ല, സവാള അരിഞ്ഞ സമയം കളയണ്ട, മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയല്ലോ. എന്ത് എളുപ്പമാണ്. അപ്പോൾ കറിയിൽ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കിയതിന് ശേഷം എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്ന് കണ്ടു നോക്കിയാലേ അറിയാൻ പറ്റൂ. അപ്പം നമ്മൾ കറിയൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഞാനിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ടയിൽ ഞാൻ കുറച്ച് ഇങ്ങനെ ഇതൊന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുമ്പോൾ ആ മസാല എല്ലാം അതിൻ്റെ അകത്തോട്ടും കൂടി ഒന്ന് പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റോളം തന്നെ നമുക്കത് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് കറിയെല്ലാം നല്ല നല്ല മണമാണ് കേട്ടോ. നല്ല മണമുണ്ട്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മല്ലിയില ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ വീണ്ടും ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. അടിപൊളി ടേസ്റ്റാണ്.